5 കുട്ടികളുടെ വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെയാണ് ബിന്ദു 2 പെൺകുട്ടികളെ അനാഥാലയത്തിലാക്കേണ്ടി വന്നത്. എന്നാൽ അവിടെ കുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് കടുത്ത പീഡനങ്ങളായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വിളിച്ചെണിപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും ബെൽറ്റ് വെച്ചടിച്ച്, പിന്നെ ഇവളെ കൊരിക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചുമരുമ ഇങ്ങനെ താഴ്ത്തി, പിന്നെ ഇവളുടെ കൈ അടിച്ച് പൊട്ടിച്ച്. തമിഴ്നാട്ടിലായിരുന്ന ഇവർ കഴിഞ്ഞ 7 മാസമായി എറണാകുളം ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമായി അലയുന്നു. ഇവർക്ക് 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണുള്ളത്. ആൺകുട്ടി മറ്റൊരു അനാഥാലയത്തിലാണ്. എൻ്റെ 8 വയസ്സായ മകളെയും 5 വയസ്സായ മകളെയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു സിസ്റ്റർ ഋതിക. മക്കൾക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ല, കാണാൻ ചെന്നപ്പോൾ കാണിച്ചില്ല. ഭയങ്കര ക്രൂരമായ പീഡനങ്ങളായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. അത് കാരണം ഇനി മക്കളെ സ്ഥാപനങ്ങളിൽ നിർത്താനായിട്ട് എനിക്ക് പേടിയാണ്. എന്നാൽ അനാഥാലയത്തിൽ കുട്ടികൾ സുരക്ഷിതരായിരുന്നുവെന്നാണ് നടത്തിപ്പുകാരുടെ വാദം. 2 കുട്ടികളാക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു CWC വഴി. തെറ്റ് കണ്ടാൽ ഇറുക്കലുകൊണ്ട് 2 അടി, അല്ലെങ്കിൽ ശിക്ഷ. അതാരും ഏത് പേരൻസും കൊടുക്കുന്നതാണ്. അങ്ങനെ തിരുത്തും, അല്ലാതെ അതിനപ്പുറം കുട്ടികളെ നമ്മളെ അധികമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒരു ആൺകുട്ടി ഉൾപ്പെടെ 12 കുട്ടികളാണ് ഈ അനാഥാലയത്തിലുള്ളത്. കർമ്മലീത്ത സഭയിലുള്ള സിസ്റ്റർ ഋതിക സ്വന്തം നിലയിലാണ് അനാഥാലയം നടത്തുന്നത്. ക്യാമറ പേഴ്സൺ സിജോ സുധാകരനും മോനിഷ് മോഹനുമൊപ്പം ആതിര അഗസ്റ്റിൻ, മീഡിയ 1 കൊച്ചി.